ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊന്ന് പുറത്തു പോവാണ് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ദിവസത്തെ ഒരു ഫുൾ വ്ളോഗാണ്. ഞാൻ വഴി കൂടെ നടന്നു പോവാണ് കേട്ടോ. പുറകിൽ ഷിനാജ് വരുന്നുണ്ട്, അതാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് പാലക്കാട് ലുലു വരെ പോകുവാണ്. അപ്പോൾ എന്തായാലും ബാക്കി ഞാൻ പോകുന്ന വഴിയെ പറയാം. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട് ഇപ്പം തന്നെ. നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ഒരു 1 ഹവറോളം ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. പാലക്കാട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ മഴ നൈസായിട്ട് ഞങ്ങളെയൊന്ന് ചതിച്ച്. അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് അങ്ങനെ വിചാരിച്ച് നിന്ന് 12 മണിയായി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. അങ്ങനെ പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത്. കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എന്നാലും കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരുവാണ്. ലൈറ്റായിട്ട് നനഞ്ഞുള്ളൂ. എൻ്റെ പാൻറ്റിൻ്റെ താഴെ കുറച്ച് നോക്ക്. മഴ പെയ്തല്ലേ, സാരമില്ല. കണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് പടർന്നു. ഞാൻ മഴ നനഞ്ഞല്ല, ഞാൻ ഉറങ്ങിയത് വണ്ടിയിൽ. ചെറുതായിട്ടൊന്ന് ഉറങ്ങിയത്. പക്ഷെ എന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഫസ്റ്റ് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ. ഇവിടെ ഞങ്ങൾ ലുലു എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട്, അതായത് പാലക്കാട് ടൗൺ എത്തിയപ്പോഴത്തേക്കും കുറച്ച് നേരം മഴ പെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി കോട്ടെല്ലാം ഇട്ടിട്ടാണ് പോയത്. എന്നാലും നമ്മൾ കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ലുലുവിൽ എത്തിയ ഉടനെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. കാരണം നമ്മൾ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 1:45 ആയിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും. സാറ് കണ്ടാൽ പ്രാന്താണ് എനിക്ക്. ഇതൊക്കെ മീനച്ചാറാന്ന് തോന്നുന്നു. ഇത് മാംഗോ. ചെറുതില്ല, ചെറുത് താഴെ ഉണ്ട്. $75 ഫുഡിൻ്റെ സെക്ഷനിലോട്ട് ചെന്നപ്പോൾ തന്നെ ഞാൻ ഷിനാജിനോട് പറഞ്ഞത് എനിക്ക് ഹൈദരാബാദി ബിരിയാണി മതിയെന്നാണ് കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ആ സാധനം കഴിച്ചു നോക്കിയിട്ടില്ല. കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ ആ സംഭവം തന്നെ അവിടെ ഇല്ലായിരുന്നു. ഞങ്ങളിതിന് മുന്നേ പോയപ്പോൾ ആ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് കഴിക്കാൻ പറ്റിയില്ല. ഓൾറെഡി നമ്മൾ വയറ് ഫുള്ളാക്കിയാണല്ലോ അന്ന് പോയത്. അതിൻ്റെ വ്ളോഗ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഒട്ട് സംഭവം ഇല്ലായിരുന്നു. പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് റാവുത്തർ ബിരിയാണിയും പിന്നെ മലബാർ ചിക്കൻ ബിരിയാണി, ചിക്കൻ മന്തി, ബീഫ് ബിരിയാണി, ഇത്ര ഉള്ളായിരുന്നു. ബിരിയാണി ഐറ്റംസിൽ ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മലബാർ എപ്പോഴാണ് തിന്നത്? ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ മലബാർ. റാവുത്തർ ബിരിയാണിയുടെ ലുക്ക് കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഷിനാജ് പറഞ്ഞാൽ അത് വാങ്ങിച്ചാൽ മതി, അത് അടിപൊളിയായിരിക്കുമെന്ന്. എനിക്ക് മലബാർ ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞിട്ട് നിന്ന്. അപ്പോൾ ഷിനാജ് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല, ആ ടേസ്റ്റ് തന്നെ ആയിരിക്കും, റാവുത്തർ വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഫൈനലി ഞങ്ങൾ അത് വാങ്ങിച്ച്. പിന്നെ വെജ് പുലാവ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 3-4 ഐറ്റം ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കുറേശ്ശെയാണ് വാങ്ങിച്ചത്, 250 ഗ്രാം വീതം അങ്ങനെയാണ് വാങ്ങിച്ചിട്ട് നമ്മൾ ചെറിയത് കഴിക്കുമായിരുന്നു. അങ്ങനെ വെജ് പുലാവും വാങ്ങിച്ച്, റാവുത്തർ ബിരിയാണി വാങ്ങിച്ച്, പിന്നെ മേത്തി ചിക്കൻ കറി അത് വാങ്ങിച്ച്, പിന്നെ ഒരു ചിക്കൻ ടിക്ക റോളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ സെക്ഷനിൽ നിന്ന് ഈ ഒരു പൈനാപ്പിൾ ലൈം അങ്ങനെ എന്തോ ഐറ്റം ആയിരുന്നു. ഫുഡ് സെക്ഷനിൽ നിന്ന് കൂടുതലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഐറ്റംസ് ആയിരുന്നു കേട്ടോ. കാരണം എപ്പോഴും കഴിക്കുന്ന ഐറ്റം തന്നെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും നമ്മൾ വെറൈറ്റി നോക്കണ്ടേ. വെറൈറ്റിയുടെ ആളെപ്പോഴും ഷിനാജാണ്. ഷിനാജ് ഇപ്പം ഞാൻ എപ്പോഴും കഴിച്ച സാധനം തന്നെ വാങ്ങിച്ചാലും ഷിനാജ് അങ്ങനെയല്ല, വെറൈറ്റി സാധനങ്ങൾ വാങ്ങും. അങ്ങനെയാണ്. അവിടെ നിന്ന് അങ്ങനെ ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ഈ ഒരു അച്ചാറിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. സത്യം പറയൽ അച്ചാർ കണ്ട് എനിക്കെന്തോ പ്രാന്താണ്. അച്ചാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആ അച്ചാറിൻ്റെ സെക്ഷനിൽ നിന്ന് പ്രോൺസിൻ്റെ പിക്കിൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 100 ഗ്രാം എന്തോ 100-50 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ വാങ്ങിച്ച് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുകളിൽ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ വന്നിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ കഴിച്ചത് റാവുത്തർ ബിരിയാണിയാണ്. കാരണം ഷിനാജ് അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ ഫസ്റ്റ് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചത് എടുത്തതാണ്. നല്ല പൊളി ഐറ്റമായിരുന്നു കേട്ടോ ഈ റാവുത്തർ ബിരിയാണി. ഞാനത് എടുത്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയനെ. അത്രക്കും ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പുറത്ത് ചെറിയ രീതിയിൽ ഒരു ചാറ്റമഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വ്യൂ എല്ലാം കണ്ടിട്ട് ഫുഡൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ച്. അങ്ങനെ റാവുത്തർ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് കഴിച്ചത് വെജ് പുലാവില്ലേ, അതും ആ മേത്തി ചിക്കൻ കറിയും കൂടെയാണ്. ആ ചിക്കൻ കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, നല്ല മധുരമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അച്ചാറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അത്രയും ഫുഡ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പക്ക ലോക്കലായിട്ടുള്ള ഫുഡ്
ആ ചിക്കൻ ടിക്ക റോളായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു പൈസ വെറുതെ പോയി. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ 2 പേരും അത് മുഴുവൻ കഴിച്ചില്ല, ഹാഫ് വരെ കഴിച്ചു. കാരണം നമ്മൾ പൈസ കൊടുത്തതല്ലേ, അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയോ കണ്ണടച്ച് പിടിച്ച് പകുതിയോളം കഴിച്ചിട്ട് പിന്നെ ബാലൻസ് അവിടെ ഇട്ടേച്ച് ഫുള്ള് കഴിച്ച് തീർത്ത് ഗൈസ്. ഞങ്ങളുടെ വയറ് ഫുള്ളായി. നല്ലരിയുണ്ട് അച്ചാറിന്. അച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ. ഇതെല്ലാം ഫുള്ള് ഞങ്ങൾ കഴിച്ച് തീർത്തു. ഫുഡ് കഴിച്ച് മത്തടിച്ചിട്ടിരിക്കുകയാണ്. വയറ് ഫുള്ളായി. നല്ല രീതിക്ക് ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഷിനാജ് എന്നെ അവിടെ പിടിച്ചിരുത്തിയേക്കുമായിരുന്നു. പിന്നെ ഞാൻ ഷിനാജിനെ വലിച്ചോണ്ട് ലുലു ഫാഷൻ സ്റ്റോറിലോട്ട് കയറിയിട്ടാ. വെറുതെ ഒന്ന് ലുലു ഫാഷൻ സ്റ്റോറിൽ കയറിയതാണ്. പക്ഷേ ഇവിടെ ഇല്ലാത്തതിനോട് കത്ത വിലയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്? ടോപ്പ് വന്നിട്ട് അജിയോ എന്ന് എടുത്തേനെ കേട്ടോ. ഉള്ളിലിട്ടിരിക്കുന്ന ഇന്നറും മീഷോയിന്നും. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇൻസ്റ്റയിൽ ഇടാം. ഓക്കെ. ബർത്ത്ഡേയുടെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഔട്ടിങ്ങിന് പോയത്. അപ്പോൾ ഷിനാജ് എന്നോട് ഗിഫ്റ്റ് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് ഡ്രസ്സ് മതിയെന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് പൊതുവേ വെസ്റ്റ് സൈഡിലെ കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വട്ടം എൻ്റെ ബർത്ത്ഡേക്ക് ഷിനാജ് എനിക്ക് അവിടെ നിന്ന് തനിയെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് മുമ്പ് ആളിങ്ങനെ സർപ്രൈസായിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞു. പക്ഷേ വൻ ചതിയായി പോയി. കാരണം പാലക്കാട് ലുലുവിൽ വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റോർ ഇല്ലായിരുന്നു കേട്ടോ. ലുലു ഫാഷൻ സ്റ്റോറും പിന്നെ വേറെ ഏതൊക്കെയോ ബ്രാൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെസ്റ്റ് സൈഡ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തില്ല, നമ്മൾ വെറുതെ കയറി നോക്കിയിട്ട് ഇറങ്ങി. ഷിനാജ് എന്നോട് പറഞ്ഞു കേട്ടോ, ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിൽ എടുത്തോ, നിനക്ക് ഇഷ്ടമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ പൊന്നോ ഒടുക്കത്തെ റേറ്റാണ് അവിടെ. ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇത് നൈസാണ്. $300 3 ബിരിയാണി കഴിക്കുക പൈസ ഉണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ലുലു ഫാഷൻ സ്റ്റോറിലാണ്. വീഡിയോ എടുത്തപ്പോൾ ഒരു പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങളാരെ മക്കൾ ഞങ്ങൾ എടുക്കും. എന്നാലും ആ ജ്വല്ലറിയുടെ സെക്ഷനിലാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞത്. കുറച്ചൊക്കെ എടുത്ത്, കുറച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ നല്ല പാക്കേജ് അല്ലേ? ഇത് ചൂട് നിൽക്കുന്നതാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് നമ്മൾ വീണ്ടും ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു കോൾഡ് കോഫി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മുമ്പ് ഞാൻ ഇവിടുന്ന് കുടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു കുപ്പി എടുത്ത് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് അച്ചാർ വാങ്ങാമെന്ന് വിചാരിച്ച് ഒരു 3 ടൈപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ അച്ചാർ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ ഇവിടെ ഓവർ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഒക്കെ തന്നെ ഉള്ളൂ. പുറത്തത് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൂബിക്കായും പിന്നെ മിക്സഡും പിന്നെ മീറ്റും. ഇത് 3ആണ് കേട്ടോ വാങ്ങിച്ചത്. മീറ്റിന് എനിക്ക് ഒന്ന് 100 ഗ്രാമിന് 60 രൂപയാണ് ആയത്. ബാക്കി രണ്ടിനും 17, 19 അങ്ങനെയൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ മിക്സഡ് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. ലൂബിക്കായും മീറ്റും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ അച്ചാർ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെ നമ്മൾ അച്ചാർ വാങ്ങിച്ചിട്ട് നേരെ പോയത് ആ കേക്കിൻ്റെ സെക്ഷനിലോട്ടാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഹണി കേക്ക് കഴിക്കണമെന്ന്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ വീഡിയോസിൽ കാണുന്നതല്ലാണ്ട് കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഷിനാജിനോട് എപ്പോഴും പറയായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ സെക്ഷനിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കുന്നതാണ്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ഹണിയുടെ തന്നെ, അതായത് ഹണി കേക്കിൻ്റെ തന്നെ പല പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്കവർ സാമ്പിൾ നോക്കാൻ തരും. 3 ഫ്ലേവറിൻ്റെ മാത്രമേ അങ്ങനെ തരത്തുള്ളൂ കേട്ടോ, എല്ലാത്തിൻ്റെ ഒന്നും ഇല്ല. എന്നിട്ട് നമുക്കതിലേതാണോ ഇഷ്ടമായത് അത് വേണമെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഫസ്റ്റ് നോർമൽ ഹണി കേക്കിൻ്റെ ഒരു ചെറിയ പീസ് നമുക്ക് വളരെ ചെറുത്, ജസ്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ചെറിയ പീസ് കേട്ടോ. അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. സാധാ ഹണി കേക്ക് ഉണ്ടല്ലോ, നോർമൽ ടൈപ്പ്, അതൊരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ കോഫിയുടെ ഫ്ലേവർ തന്ന് അത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട്. ഞങ്ങൾക്ക് പൊതുവേ കോഫിയും അതുപോലെ തന്നെ ഈ കോൾഡ് കോഫി അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ബില്ലടിച്ചിട്ട് വീണ്ടും ആ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് വന്ന് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു പീസിന് 130 അല്ലെങ്കിൽ 140, ഇതിൻ്റെ ഇടയിലുള്ള ഏതോ റേറ്റാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആരെങ്കിലും ലുലുവിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വാങ്ങിച്ച് കഴിച്ചു നോക്കണം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വലിയ കാര്യത്തിൽ വെസ്റ്റ് സൈഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിരുന്ന കേട്ടോ. പക്ഷെ ഇവിടെ വെസ്റ്റ് സൈഡ് ഇല്ല. ആകെ ലുലു ഫാഷൻ സ്റ്റോർ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കുറച്ച് ബ്രാൻഡും മാക്സും സ്റ്റുഡിയോയും വെസ്റ്റ് സൈഡും ഒന്നുമില്ല. ഇനിയിപ്പോൾ ട്രെൻഡ്സിൽ പോയി നോക്കട്ടെ. എന്നോട് എന്ത് വേണമെന്ന് ഷിനാജ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെസ്റ്റ് സൈഡിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് മതിയെന്നേ.
പക്ഷെ അത് ഇത്ര വലിയ സദ്യയാന്ന് ഞാൻ വിചാരിച്ചില്ല. ഷിനാജിനെ അറിയായിരുന്നു ഇവിടെ വെസ്റ്റ് സൈഡ് ഇല്ലാത്ത കാര്യം. എന്നിട്ട് എന്നോടും മിണ്ടിയില്ല. ഇവിടെ നോക്കിയപ്പോഴാണ് സംഭവം ഇല്ല. എന്തായാലും പറ്റിച്ചാനുള്ളൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സിലോട്ട് പോട്ടെ ഞങ്ങൾ നേരെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ട്രെൻസിൽ പോയിട്ടൊന്ന് അരിച്ച് പിറക്കി നോക്കണം എന്തെങ്കിലും കിട്ടുമോന്ന്. മഴ നൈസായിട്ട് ഞങ്ങളെ ചതിച്ച്. അങ്ങോട്ടോ എപ്പോഴും ചതിച്ചായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കോട്ടിടട്ടെ. മഴ അവിടെ നിന്ന് വരുന്ന പാലക്കാട് തന്നെ ട്രെൻസിൽ കയറി നോക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരെ മണ്ണാർക്കാടോട്ട് വിട്ടുപിടിച്ച് ഇടക്ക് വെച്ചിട്ട് കോട്ടൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ പോയി കേട്ടോ. മഴ അവിടെ എത്തോളം ഉണ്ടായിരുന്നു. കുറച്ച് നേരം നിൽക്കും, പിന്നെയും പെയ്യും, പിന്നെയും നിൽക്കും, പിന്നെയും പെയ്യും, അങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മൾ മണ്ണാർക്കാട് എത്തിയപ്പോഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫോണിൽ കാണുന്നതിലും ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ മണ്ണാർക്കാടുള്ള ട്രെൻസിലാണ് നമ്മൾ കയറിയത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് വഴിയെ വീഡിയോ കാണാം. അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ സ്റ്റുഡിയോ കയറാമെന്നായിരുന്നു. പക്ഷെ അവിടുന്ന് തന്നെ കിട്ടി. നമുക്ക് അവിടെ വെച്ച് മഴ പെയ്തത് കൊണ്ട് നമ്മൾ പാലക്കാട് കയറിയില്ല. അപ്പോൾ മണ്ണാർക്കാട് വന്നിട്ട് ഇവിടുത്തെ ട്രെൻഡ്സിൽ നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം എനിക്ക് നല്ല ശരിക്കും നൈസായിട്ട് പണി കിട്ടിയതാണ്. ഷിനാജ് എന്നോട് പറഞ്ഞു എന്താ ബർത്ത്ഡേക്ക് വേണ്ടേ ചോദിച്ചു. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് ഡ്രസ്സ് മതിയാണ്. കാരണം എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസ്. അപ്പോൾ എന്നോട് ഓക്കെയും പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ വെസ്റ്റ് സൈഡ് ഇല്ല. നല്ല നല്ല ശരിക്കും സംഭവം ചീറ്റിപ്പോയി. പക്ഷേ ഷിനാജിനെ അറിയാമായിരുന്നു അവിടെ ഇല്ലാത്ത കാര്യം. പിന്നെ പറ്റിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കും. എന്തായാലും കയറിപ്പോയി നോക്കട്ടെ. കണ്ടിട്ട് കളക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കിയിട്ട് കാണിച്ചു തരാം. പോയി നോക്കട്ടെ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ട്രെൻഡ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നാത്തൂനായിട്ട് അതിൻ്റെ വീഡിയോ ഷോർട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ സെയിം തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഞാൻ അവരോട് ചോദിച്ചു. പക്ഷേ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. ഇത് നൈസാണ്. എന്തായാലും ഇത് രസമില്ല, സ്റ്റൈല ഇത് രസമുണ്ടല്ലോ. മിറർ എവിടെയാണോ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാനാണ്. ഇതെനിക്കിഷ്ടമായി. ഇല്ലാത്ത കളറാണ് പക്ഷെ ലെങ്ത് ഉണ്ടാകുന്ന ഇട്ട് നോക്കിയാലേ ഈ ജീൻസുമായിട്ട് നല്ല മാച്ചില്ലേ. അത് ഇട്ട് നോക്കാം. പോലില്ലേ ഇതാ ഇത്. ഇതും കൂടെ ട്രയൽ ചെയ്യാൻ എടുക്കാം. ഇതിന് പാൻറ്റുണ്ട്. പാൻറ്റുള്ളത് വേണ്ട. പിങ്ക് നല്ല രസമുണ്ട്. ഇതാ പറ്റിയില്ല. കൈ എങ്ങനെയാ? കൈ എൻ്റെ കൈ ഭംഗിയുണ്ട്. ഇതിനെക്കാട്ടി ഭംഗിയുണ്ട് ഇത്. മീഡിയ ഉണ്ടാ നോക്കട്ടെ ആദ്യം. കിട്ടുന്നില്ല. അങ്ങനെ നമ്മളൊരു 3 എണ്ണം എടുത്തിട്ട് ട്രയൽ റൂമിൽ ചെന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് രസം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഫിക്സ് ചെയ്യാന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമായത്. അതും കൂടെ താ. ഇവിടെ നല്ല കിടിലൻ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും ഇതിട്ട് നോക്കട്ടെ. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. കുഴപ്പമില്ല. ഇന്നറുമായിട്ട് ഇട്ടിട്ട് വലിയ രസമില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി അടുത്ത് ഇട്ടോ. സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ സാധനം. പക്ഷെ ലെങ്ത് കുറവാണ്. കുറച്ചുകൂടെ ലെങ്ത് വേണമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇനി പുറത്തേക്ക് നാളെ കാണിച്ചു നോക്കട്ടെ. നോക്ക് രസമുണ്ടെന്ന്. അതാണ് ബാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അടുത്തിട്ടുണ്ട് വരാം. ഇതെന്ത് ഈ ലൈറ്റ് ഞാൻ കയറുമ്പോൾ ഓണാകും, ഞാൻ ഇറങ്ങുമ്പോൾ ഓഫാകും.
ലാസ്റ്റ് വൺ. ഇത് നൈസായിട്ടുണ്ട്, ഫിറ്റിങ്സൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് കെട്ടിയവനോട് ചോദിക്കാം. രസമില്ല? എനിക്കിഷ്ടപ്പെട്ടു. സ്കൂൾ കുട്ടി നമുക്ക് താഴെ പോയി നോക്കാം. ടീഷർട്ടും ഇതും കൂടെ ഒന്ന് ട്രയൽ ചെയ്യാം. താഴെ നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷേ മുകളിൽ അത്ര വലിയ കളക്ഷൻസ് ഇല്ല. താഴെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് അല്ലേ കുട്ട? അതിൻ്റെ ഉള്ളിൽ കസ്റ്റമേഴ്സായിട്ട് ഞാൻ ഷിനാജ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുകളിൽ വെസ്റ്റേണിൻ്റെ സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടെ പോയി നോക്കി. പക്ഷേ അവിടെ നിന്നൊന്നും ഇഷ്ടമായില്ല. ആകെ ഇഷ്ടമായത് ആ ടീഷർട്ടാണ്. അതിട്ടിട്ട് ഭംഗിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഫിക്സ് ആയത്. ഇന്നർ ഇടാതെയും കൂടെ ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മളിപ്പം സ്റ്റുഡിയോൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ബഡാ ബസാറിലൊന്ന് കയറണം, പിന്നെ സ്റ്റുഡിയോയിലൊന്ന് കയറണം. സ്റ്റുഡിയോന്ന് ചെരുപ്പ്, ബഡാ ബസാറിൽ നിന്ന് വേറെ 2-3 ഐറ്റം കൂടെ വാങ്ങാനുണ്ട്. ചെരുപ്പ് എൻ്റെ മൂത്ത നാത്തൂൻ്റെ വകയാണ് കേട്ടോ. ആളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ബഡാ ബസാർ എന്നല്ലേ കടയുടെ പേര്? എന്തായാലും അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബഡാ ബസാറിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടുന്ന് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടും ഉമ്മാക്ക് ചെരുപ്പ് വേണമായിരുന്നു. അപ്പോൾ ഡെയിലി യൂസിനുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ നോക്കിയത്. പക്ഷേ അവിടെ നിന്ന് ഉമ്മാക്ക് ചെരുപ്പ് വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഉമ്മ പറഞ്ഞ ആ ഒരു മോഡൽ അവിടെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചില്ല, വേറൊരു കടയിൽ കയറിയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ പാത്രവും വേറെ 1-2 സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം ഞാൻ കയ്യിലെടുത്ത ആ വൈറ്റ് പ്ലേറ്റില്ലേ, അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബിരിയാണിയൊക്കെ വിളമ്പി ടേബിളിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് വേറെ മോഡലൊക്കെ നോക്കി, പക്ഷെ വേറെ ഒന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഈ ഒറ്റ ഡിസൈൻ, ഒറ്റ കളറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് തന്നെ അങ്ങ് എടുത്ത് വെച്ച്. അപ്പം അല്ലെങ്കിൽ ചോറ് വെളിയിൽ പോത്തില്ലേ എടുക്കുമ്പോൾ. അഴുക്ക് പറ്റാത്തോണ്ടാ നോക്ക്. ഇത് രണ്ടും ഒരേ അളവാണോ നോക്കി. ഈ ബഡാ ബസാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റേറ്റ് കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കയറിയതാണ് നമ്മളിവിടെ. നമുക്ക് കുറച്ച് ലാഭത്തിൽ സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞ് ടേബിളാണ്, അതുകൊണ്ട് ചെറുത് മതിയായിരുന്നു. അപ്പോൾ ഇത് ആ ചേച്ചിയുടെ കയ്യിലിരിക്കുന്നുണ്ടല്ലേ, അതാണ് സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചത്. അതിനടുത്ത് ഇറങ്ങുവാണെങ്കിൽ നേരെ സ്റ്റുഡിയോയിലോട്ട്. അത് ചെരുപ്പ് നോക്കി, പക്ഷേ ഒന്നും രസമില്ലാത്തതുകൊണ്ട് എടുത്തു. സ്റ്റുഡിയോയിൽ കയറിയിട്ട് കിട്ടിയാൽ മതിയായിരുന്നു ചെരുപ്പ്. മിക്കവാറും നോക്കാം, നമ്മൾ വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല, അല്ലാത്തപ്പോഴാണ് ഒരുപാട് കാണും. കുറേ പേരിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൂ കളർ. പക്ഷെ ഇവിടുന്ന് ഡ്രസ്സ് എടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് പറയുക, പെട്ടെന്ന് നരക്കും. 1-2 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നരക്കും. അത് ഇവിടെ നിന്നല്ല, ഇപ്പം മാക്സിന്ന് എടുത്താലും അങ്ങനെ തന്നെ. ഈ ബ്ലൂവും നല്ല രസമുണ്ട്. സ്റ്റുഡിയോയിൽ എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മൂത്ത നാത്തൂൻ്റെ വകയാണ് കേട്ടോ ചെരുപ്പ്, ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അങ്ങനെ ഈ ഒരു മോഡൽ ഇത് എടുക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടോ വന്നത്. പക്ഷേ എൻ്റെ ഒരു സൈസ് കുറവാണ് കിട്ടിയത്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ആക്കാം. അങ്ങനെ അതാണ് കേട്ടോ ഫിക്സ് ചെയ്തത്. പിന്നെ വേറെയും കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി. ഈ കിടക്കുന്നതിനൊക്കെ 299 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പക്ഷേ ഇതിൽ കിടക്കുന്ന കൂടുതലും സിമിലർ ആയിട്ടുള്ള മോഡൽ മീഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടെ റേറ്റ് കുറവിൽ ആണ് കിടക്കുന്നത്. സാധാരണ സ്റ്റുഡിയോയിൽ കയറിയാലും ഞങ്ങൾ മൊത്തത്തിലൊന്ന് അരിച്ച് പറക്കിയിട്ടാണ് കേട്ടോ ഇറങ്ങാറ്. വാങ്ങിച്ചില്ലെങ്കിൽ പോലും വെറുതെ നോക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ശരിപ്പെടുത്തിട്ട് അങ്ങനെ തന്നെ ഇറങ്ങുമായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും നല്ല രീതിക്ക് ടയേർഡായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചിങ്ങ് പോന്നിട്ട് വേറൊരു കടയിൽ കയറി കേട്ടോ ഉമ്മാക്ക് ചെരുപ്പ് നോക്കാൻ. എന്നിട്ട് ഇതാണ് ഫിക്സ് ചെയ്തത്. അങ്ങനെ ഉമ്മാക്ക് ചെരുപ്പ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഒരു കടയിൽ കയറിയിട്ട് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് വേണമെന്നൊന്നും അത്ര താല്പര്യം ഇല്ലായിരുന്നു, കാരണം ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പേരിനൊരു കേക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ കേക്കാണ് വാങ്ങിച്ചത്. അങ്ങനെ കേക്കും നൈറ്റ് കഴിക്കാനുള്ള ഫുഡും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത്. അങ്ങനെ വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്ത് ഷിനാജിനും ഉമ്മാക്കും കൊടുത്തു. എന്തായാലും നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്നാലും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു വീട്ടുകാരെ ആലോചിച്ചപ്പോഴത്തേക്കും. വേറെ ഒന്നുമല്ല, എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ നല്ല ഉറക്കമാണ് രാവിലെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് രാവിലെ എൻ്റെ ഉമ്മയും വാപ്പയും കൂടെ ഫസ്റ്റ് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് അവർ പാടിയിട്ടുള്ള അത് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത്. അപ്പോൾ അവർ 2 പേരും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അടുത്ത ബർത്ത്ഡേക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്ന് വിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ മുറിച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്
ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. ചുമ്മാ അത് മനസ്സിലോട്ട് വന്നിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഓക്കെ ആയി. പിന്നെ അവരുടെ ഒക്കെ എനിക്ക് പൈസ കിട്ടുന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ബർത്ത്ഡേക്ക് ഷിനാജിൻ്റെ ഒപ്പം കാണാൻ, നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണമെന്ന്. മാഷാ അല്ലാ അതെന്തായാലും നടന്ന്. ഇതെനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഷിനാജ് ഗിഫ്റ്റ് ചെയ്ത കേക്കാണ് കേട്ടോ. അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കുറേ പേര് വിഷ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.